ഇതൊരു സാധാരണ ടി വി അല്ല എന്ന് പറയാൻ കാരണം നോക്കി, ഈ ഒരു പിക്ചറിനകത്ത് ആ ബ്ലാക്ക് കളറിൻ്റെയൊക്കെ ആ ഒരു ക്വാളിറ്റി നോക്കി. മൊത്തത്തിൽ ബ്ലാക്ക് തന്നെ പറയണമെന്നില്ല, ഈ വൈറ്റ് ഏരിയ ആയാലും ഈ ഒരു പൂച്ചയുടെ കണ്ണിൻ്റെ ആ ഒരു ഗ്രീൻ കളറായാലും നോക്കി എന്ത് ക്വാളിറ്റിയാണ് ഡെലിവറി ചെയ്യുന്നത്. നമ്മൾ നിരവധി സ്മാർട്ട് ടി വികൾ നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി. അപ്പോൾ ഇത് ഏതാണ് ടി വി എന്നല്ലേ? ഹൈസെൻസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഏറ്റവും പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന ഹൈസെൻസ് E8s ULED മിനി LED ടി വി ആണത്. അപ്പോൾ ഈ ഒരു ടി വി എന്ന് പറയുന്നത് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു മിനി LED ടി വിയാണ്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ മിനി LED ടി വികളുടെ ഒരു പ്രളയമാണ്. മിനി LED ടി വി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സ്മാർട്ട് ടി വികളിൽ ഏറ്റവും ക്വാളിറ്റി വരുന്ന തരത്തിലുള്ള LED ടി വികളാണ്. പക്ഷേ ആ ഒരു മിനി LED എന്ന പേരും പറഞ്ഞ് പല ബ്രാൻഡുകളും ഒരുപക്ഷെ കൺസ്യൂമേഴ്സിനെയൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി ഡെലിവറി ചെയ്യാതെ പലപ്പോഴും പറ്റിക്കപ്പെടാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു ഹൈസെൻസിൻ്റെ ഈ ഒരു ടി വിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ULED മിനി LED ടി വി ആണ് എന്നുള്ളതാണ്. ഹൈ ക്വാളിറ്റി വിഷ്വലും അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി സൗണ്ടും ഡെലിവറി ചെയ്യുന്ന ഒരു മോഡലാണ് ഹൈസെൻസിന്റെ E8s ULED മിനി LED ടി വി. ഇത് 65 ഇഞ്ചിന്റെ ടി വിയാണ് ഞാൻ നിങ്ങളെ ഇന്നിപ്പോൾ പരിചയപ്പെടുന്നത്. ഈ ഒരു ടി വിയുടെ ഈ ഒരു ഫ്രെയിം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു വിരലിന്റെ കനം പോലും വരുന്നില്ല, അത്രയും തിൻ പ്രൊഫൈലാണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇമേഴ്സീവ് വ്യൂയിങ് എക്സ്പീരിയൻസ് നോക്കിയാൽ നമുക്ക് ഈ 4 സൈഡിലുള്ള ബെസലുകളൊക്കെ വളരെ തിന്നായിട്ടുള്ള ഒരു ടി വിയാണ്. ഇത് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ട് റൂമിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നോക്കി ഒരു എസ്തെറ്റിക് ലുക്ക് എന്തായാലും ഈ ഒരു ടി വി നൽകുന്ന കാര്യത്തിൽ സംശയമില്ല. സാധാരണ മിനി LED ടി വി എന്ന് പറയുമ്പോൾ സാധാരണ സ്മാർട്ട് ടി വികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് വരുന്ന ഒരു കാറ്റഗറിയാണ് മിനി LED ടി വി. എന്നാൽ ഈ ഒരു ടി വിയെ നമുക്ക് പ്രീമിയം മിനി LED ടി വി അറ്റ് അഫോർഡബിൾ പ്രൈസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഈ ഒരു ടി വിയുടെ പ്രൈസ് ഈ പറഞ്ഞ പോലെ മിനി LED ടി വി ആണെങ്കിലും വലിയ പ്രൈസ് ഒന്നും സാധാരണ മിനി LED ടി വികളുടെ അത്ര ഉള്ള ഒരു വലിയ പ്രൈസ് ഒന്നും വരുന്നില്ല എന്നുള്ളതും പ്രത്യേകതയാണ്. ഈ ഒരു ടി വിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഹൈ QLED മിനി LED ടൈപ്പ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. ഡിസ്പ്ലേ ക്വാളിറ്റി ഒരു രക്ഷയുമില്ല. നമുക്ക് എപ്പോഴും ഈ ഒരു ഫ്രെയിം തന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, ബാക്കി ഫ്രെയിം കൂടെ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കാണുമ്പോൾ ആ ഒരു ടി വിയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി, ഇതിനകത്ത് ബ്ലാക്ക് ഏരിയകൾ എന്തുമാത്രം ഷാർപ്പാണ്, നല്ല പ്രോപ്പർ ബ്ലാക്ക് ആണ്. ചില ടി വികളെങ്കിലും ബ്ലാക്കിനകത്ത് നമുക്ക് ബാക്കിൽ നിന്നൊരു ലൈറ്റ് വരുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. പക്ഷേ ഈ ഒരു ടി വിയുടെ കേസിൽ അങ്ങനെയല്ല. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് എന്ന് തന്നെ അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റും, അത്രയും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്ലാക്കാണ് നൽകുന്നത്. എന്നാൽ മറ്റ് കളറുകളും നല്ല വിവിഡ് ആയിട്ടുള്ള നല്ലൊരു പിക്ചർ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ടി വി സമ്മാനിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് 4K റെസൊല്യൂഷനുള്ള ടി വി ആണ്. മാത്രമല്ല നേറ്റീവായിട്ട് 144 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. നമുക്കറിയാം ഒരു സ്മാർട്ട് ഫോണിൽ പോലും 144 ഹെഡ്സ് എന്നൊക്കെ പറയുന്നത് സാധാരണ ഗെയിമിംഗ് സ്മാർട്ട് ഫോണുകളിലാണ് അത്രയും ഹയർ റിഫ്രഷ് റേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ടി വിയുടെ കേസിൽ ഇത്രയും കൂടിയ റിഫ്രഷ് റേറ്റ്, ദാറ്റ് മീൻസ് 144 ഹെഡ്സ് കൊടുത്തിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സാധാരണ ടി വി ആയിട്ട് മൾട്ടിമീഡിയ കൺസംഷന് മാത്രമല്ല നമ്മളുടെ കയ്യിലൊക്കെ ഗെയിമിംഗ് കൺസോളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്ത് വിഷ്വലുകളിൽ ലാഗോ ജർക്കോ ഒന്നും വരാൻ പാടില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫ്ലോ വരണം. ആ ഒരു സ്മൂത്ത്നെസ്സിന് ഈ ഒരു 144 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് സഹായിക്കും. അപ്പോൾ ഇതൊരു സ്മാർട്ട് ടി വി മാത്രമല്ല, നേരെ മറിച്ച് ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഗെയിമിംഗ് കൺസോളുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുന്നതിനും സാധിക്കുമെന്ന് ചുരുക്കം. 1000 നിറ്റ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ടി വിയുടെ പീക്ക് ബ്രൈറ്റ്നസ്. അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിരവധി സ്മാർട്ട് ടി വികൾ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ നമ്മൾ അറിയാലോ ടി വികൾ എപ്പോഴും വീട്ടിനുള്ളിൽ വെച്ചാണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ സ്മാർട്ട് ടി വികളുടെ ഒരു ബ്രൈറ്റ്നസ് മാക്സിമം വരുന്നത് 350-400 നിറ്റ്സ് ഒക്കെയാണ്. പക്ഷേ ഇവിടെ 1000 നിറ്റ്സ് ആണ്. അപ്പോൾ അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ അതുകൊണ്ട് തന്നെയും ഈ ഒരു സ്മാർട്ട് ടി വി സമ്മാനിക്കുന്നുണ്ട്. മാത്രമല്ല ഫുൾ അറേ ലോക്കൽ ഡിമ്മിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഡിസ്പ്ലേയുടെ ആ ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ കംപ്ലീറ്റ് ഏരിയയിലും പ്രോപ്പർ ആയിരിക്കും എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെയും നല്ല ബെറ്റർ ആയിട്ടുള്ള ബ്രൈറ്റർ ആയിട്ടുള്ള നല്ല കോൺട്രാസ്റ്റ് ഉള്ള വിഷ്വൽ ക്വാളിറ്റിയാണ് നമുക്ക് നിങ്ങൾ കാണുന്നത് പോലെ നമുക്ക് ഈ ഒരു ടി വി സമ്മാനിക്കുന്നത്. ഇതിന്റെ കളർ റീപ്രൊഡക്ഷൻ ഒക്കെ അടിപൊളിയാണെന്ന് പറയേണ്ടി വരും. നമ്മൾ ഒരു ലൈഫ് ലൈക്ക് കളേഴ്സ് ആണ് ഇത് നൽകുന്നത്. നമുക്ക് ഇതിനകത്ത് മൂവി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. HDR10+ അഡാപ്റ്റീവ് എന്ന ഫീച്ചർ ഉണ്ട്. അതുപോലെ തന്നെ ഡോൾബി വിഷൻ IQ എന്ന ഫീച്ചറും ഈ ഒരു ടി വിയുടെ ഡിസ്പ്ലേക്ക് വേണ്ടി ഹൈസെൻസ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡോൾബി വിഷൻ IQ ഉള്ളത് കൊണ്ട് തന്നെയും ഈ ഒരു ടി വി ഇന്റലിജന്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ടി വി ഏത് സിനാരിയോയിലാണ് നമ്മൾ കാണുന്നത് അതനുസരിച്ചുകൊണ്ട് ഇതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. അതായത് നമ്മൾ ഇപ്പോൾ വളരെ ബ്രൈറ്റർ ആയിട്ടുള്ള ലൈറ്റ് ഉള്ള ഒരു റൂമിൽ വെച്ചാണ് ഈ ടി വി കാണുന്നതെങ്കിൽ ഈ ഒരു ടി വി അതനുസരിച്ചുകൊണ്ട് ഇതിന്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി വളരെ ഡിം ആയിട്ടുള്ള ലൈറ്റ് ഉള്ള
ആയിട്ടുള്ളൊരു എൻവയോൺമെന്റിൽ ഇരുന്നാണ് നമ്മൾ ഇതിന്റെ ടി വി കാണുന്നതെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചിട്ടുള്ള ഇതിന്റെ ബ്രൈറ്റ്നസ് ഈ ഒരു ടി വി അഡാപ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ചുരുക്കം. അപ്പോൾ റൂമിന്റെ ലൈറ്റിംഗ് കണ്ടീഷൻസ് മാത്രമല്ല, ഈ ഒരു ടി വിയിൽ കാണുന്ന കണ്ടന്റ് ഏതാണോ അതനുസരിച്ചുകൊണ്ടും ഈ ടി വി അതനുസരിച്ച് വളരെ വ്യക്തതയുള്ള പിക്ചർ നമുക്ക് തരും. നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഫുട്ബോൾ മാച്ച് കാണുകയാണെന്നിരിക്കട്ടെ, അപ്പോൾ ആ കാണുന്ന കണ്ടന്റ് ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഡെലിവറി ചെയ്യും. അതുപോലെ നമ്മൾ ഒരു പഴയകാല മൂവിയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നതെന്നിരിക്കട്ടെ, അപ്പോൾ നമുക്കറിയാം പഴയകാല മൂവികൾക്ക് ഇന്ന് കാണുന്ന സിനിമകളുടെ ഒന്നും അത്രയൊരു ക്വാളിറ്റി ഇല്ല. അത്തരം ലോ ക്വാളിറ്റി വിഷ്വലുകളാണ് ഇതിൽ കാണുന്നതെങ്കിലും അത് AI വെച്ചുകൊണ്ട് 4K അപ്സ്കെയിൽ ചെയ്തുകൊണ്ട് ഒരു 4K ക്വാളിറ്റിയിൽ നോൺ 4K കണ്ടന്റ് പോലും ഈ ഒരു ടി വി സമ്മാനിക്കും. ഹൈ വ്യൂ AI എഞ്ചിനാണ് ഇതിനകത്ത് ഇത്തരത്തിൽ AI എനേബിൾഡ് ആയിട്ടുള്ള പ്രോസസ്സറായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു AI പ്രോസസ്സറാണ് ഇത്തരത്തിൽ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ട് ഈ ഒരു ടി വി പ്രവർത്തിക്കുന്നതിന് കാരണം. അപ്പോൾ അതുപോലെ തന്നെ AI 4K അപ്സ്കെയിലിംഗ് ഫീച്ചറുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നോൺ 4K കണ്ടന്റുകളാണ് നമ്മൾ ഇതിൽ കാണുന്നതെങ്കിലും AI ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രോസസ്സർ ഉപയോഗിച്ചുകൊണ്ട് അപ്സ്കെയിൽ ചെയ്ത് 4K ക്വാളിറ്റിയിലേക്ക് മാറ്റി നമ്മളെ കാണിച്ചു തരുമെന്ന് ചുരുക്കം. അപ്പോൾ ഈ ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഹൈ വ്യൂ AI എഞ്ചിൻ പ്രോസസ്സർ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെയും ഇതിന്റെ പിക്ചർ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യും, അതുപോലെ തന്നെ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യും. മാത്രമല്ല ഇതിന്റെ എനർജി സേവിങ് അതും എൻഹാൻസ് ചെയ്യും. AI എനർജി സേവിങ് ഇതിനകത്ത് അതുകൊണ്ട് തന്നെ സാധ്യമാണ്. ഏകദേശം മറ്റ് സ്മാർട്ട് ടി വികൾ ഉപയോഗിക്കുന്നതിൽ നിന്നും 20% കുറച്ച് വൈദ്യുതി കൺസംഷനെ അതുകൊണ്ട് തന്നെയും ഈ ഒരു സ്മാർട്ട് ടി വി ഉപയോഗിക്കുന്നത് കൊണ്ട് വരികയുള്ളൂ. ഈ ഒരു ടി വിയുടെ ഒരു ഹോം സ്ക്രീൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഹൈസെൻസിന്റെ തന്നെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള വിഡ സ്മാർട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടി വിയുടെ ഹോം സ്ക്രീനിൽ ഇതുപോലെ നമുക്ക് നിരവധി OTT പ്ലാറ്റ്ഫോമുകളുടെ ആപ്ലിക്കേഷൻ ഷോർട്ട് കട്ടുകൾ ഇതുപോലെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് പോകുമ്പോൾ നിരവധി കണ്ടന്റുകളുടെ സജഷൻ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആ ഒരു നാവിഗേഷൻ കണ്ടില്ലേ, വളരെ ഫാസ്റ്റ് ആണ്. നോക്കി, ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്, അതുപോലെ ബോട്ടം ഡൗൺ, ആ നാവിഗേഷൻ എല്ലാം വളരെ ഫാസ്റ്റ് ആണ്. യാതൊരുവിധ ലാഗോ ഇഷ്യൂസോ ഒന്നും തന്നെ ഈ ഒരു ടി വിയുടെ കേസിലില്ല. ഇതാണ് ഈ ഒരു ടി വിയോടൊപ്പം വരുന്ന റിമോട്ട്. ഈ ഒരു ടി വിയുടെ റിമോട്ടിനകത്ത് നമുക്ക് പ്രധാനപ്പെട്ട OTT ആപ്ലിക്കേഷൻ ആയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, യൂട്യൂബ് പോലുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നുള്ള ഷോർട്ട് കട്ടുകൾ ഒക്കെ ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് ഈ റിമോട്ട് ഇല്ലാതെ നമുക്ക് വോയിസ് ഉപയോഗിച്ചുകൊണ്ട് പോലും നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ കയ്യിലുള്ള ആമസോൺ അലക്സ ഡിവൈസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് പെയർ ചെയ്ത് അലക്സ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി റിമോട്ടിൽ തന്നെ വോയിസ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ യൂട്യൂബ് കണ്ടില്ലേ, യൂട്യൂബ് ഇവിടെ ഓപ്പൺ ആക്കി. ഓപ്പൺ ജയരാജിനാഥ് വീഡിയോ ഓൺ യൂട്യൂബ് കണ്ടില്ലേ, നമ്മുടെ ചാനൽ ഇവിടെ ഇതുപോലെ ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വോയിസ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു ടി വിയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ ഈ ഒരു ടി വിയുടെ വിഷ്വൽ ക്വാളിറ്റിയാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഒരു ടി വിയെ സംബന്ധിച്ച് വിഷ്വൽ ക്വാളിറ്റി മാത്രം പോരാ, സൗണ്ട് ക്വാളിറ്റി കൂടെ വേണം. സാധാരണ സ്മാർട്ട് ടി വികളുടെ ഈ ഒരു പ്രൊഫൈൽ ഇത്തരത്തിൽ സ്ലിം ആയി കഴിയുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്ന സ്പീക്കറുകൾ വളരെ ചെറുതാണ്. എന്നാൽ ഈ ഒരു ടി വി സാധാരണ സ്മാർട്ട് ടി വികളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതിനകത്ത് ഒരു സബ് വൂഫർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കിൽ ഡിവിയാലെറ്റ് ട്യൂൺ ചെയ്ത ഒരു ബിൽറ്റ് ഇൻ സബ് വൂഫർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സബ് വൂഫർ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ സ്മാർട്ട് ടി വികളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളൊരു സൗണ്ട്, അതുപോലെ കുറച്ചുകൂടി ഹൈ വോളിയം നമുക്ക് ഈ ഒരു സ്മാർട്ട് ടി വിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടി ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ടി വിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 144 ഹെഡ്സിന്റെ നേറ്റീവ് റിഫ്രഷ് റേറ്റ് പാനലാണ് ഈ ഇതിനകത്ത് നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞു. കൂടാതെ ഗെയിം മോഡ് പ്രോ, അതുപോലെ തന്നെ AMD ഫ്രീസിംഗ് പ്രീമിയം തുടങ്ങിയ ഫീച്ചറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുട്ബോൾ മാച്ചൊക്കെ കാണുമ്പോൾ മൈതാനത്ത് പന്ത് ഉരുളുന്നത് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഈ ഒരു ടി വിയിലൂടെ കാണാൻ സാധിക്കും. അങ്ങനെ ഫുട്ബോൾ മാച്ചിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇത്തവണത്തെ 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ സ്പോൺസേഴ്സ് ആണ് ഹൈസെൻസ് എന്ന് പറയുന്ന ബ്രാൻഡ്. ഹൈസെൻസിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഹൈസെൻസ് സ്മാർട്ട് ടി വി മാത്രമല്ല നിരവധി മറ്റ് പ്രോഡക്റ്റുകളൊക്കെ പുറത്തിറക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഹൈസെൻസിന്റെ ഒരു AC നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. അത് ഞാനിവിടെ പേഴ്സണലി ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന AC-കളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു AC കൂടിയാണ് ഹൈസെൻസിന്റെ ആ ഒരു എയർ കണ്ടീഷണർ. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 100+ സൈസ് ഉള്ള സ്മാർട്ട് ടി വികളിൽ ഗ്ലോബലി നമ്പർ 1 സ്മാർട്ട് ടി വി ബ്രാൻഡാണ് ഹൈസെൻസ്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ടി വിയുടെ സർവീസ് നെറ്റ്വർക്കിനെ പറ്റി പറഞ്ഞാൽ ഹൈസെൻസിന് രാജ്യത്തുടനീളമായിട്ട് നിരവധി സർവീസ് നെറ്റ്വർക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റോ മറ്റ് ഇഷ്യൂസോ വന്നാലും നമുക്ക് സർവീസിനെ പറ്റി പേടിക്കേണ്ടതുമില്ല. ഇനി ഈ ഒരു ടി വി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എങ്ങനെ വാങ്ങാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഈ ഒരു ഹൈസെൻസിന്റെ ഹൈസെൻസ് E8s എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ മോഡൽ ടി വി ഹൈസെൻസ് സെല് ചെയ്യുന്നത്. ഒരുമിച്ച് പൈസ ഒറ്റയടിക്ക് എടുത്ത് കൊടുക്കാനില്ലാത്തവർക്ക് വേണമെങ്കിൽ നിരവധിയായിട്ടുള്ള EMI ഓപ്ഷനുകളും അതുപോലെ തന്നെ നമ്മളുടെ ഇരിക്കുന്ന പഴയ ടി വികളൊക്കെ വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള എക്സ്ചേഞ്ച്
എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഒരു ടി വി വാങ്ങുമ്പോൾ ലഭിക്കും. അടുത്തതായിട്ട് പ്രൈസിംഗ് ആണ്. ഇതിൻ്റെ സൈസ് വ്യത്യസ്തങ്ങളായിട്ടുള്ള സൈസിൽ ഈ ഒരു ടി വി അവൈലബിൾ ആണ്. 55 ഇഞ്ച്, 65 ഇഞ്ച്. നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത് 65 ഇഞ്ചാണ്. 75 ഇഞ്ചിലും 85 ഇഞ്ചിലും ഈ ഒരു ടി വി ലഭ്യമാണ്. 85 ഇഞ്ച് ഒഴികെയുള്ള മറ്റ് മോഡലുകൾക്ക് 1 ഇയർ വാറണ്ടിയാണ്. എന്നാൽ 85 ഇഞ്ചിന് 2 വർഷത്തെ വാറണ്ടി ലഭിക്കും. ഇതിൻ്റെ 55 ഇഞ്ചിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 57,990 രൂപയ്ക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിൽ ULED മിനി LED ടി വി, ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ടി വി ഈ ഒരു പ്രൈസ് ലഭിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടി വിയെ പറ്റി ചുരുക്കി പറഞ്ഞാൽ ഫുൾ അറേ ലോക്കൽ ഡിമ്മിങ്, അതുപോലെ ഹൈ പീക്ക് ബ്രൈറ്റ്നസ്, ഹൈ QLED കളർ ഉള്ള, അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ബിൽറ്റ് ഇൻ സബ് വൂഫർ ഉള്ള, ഡോൾബി വിഷൻ IQ, അതുപോലെ ഡോൾബി അറ്റ്മോസ്, HDR10+ സപ്പോർട്ടൊക്കെ ഉള്ള ഒരു കിഡിലൻ ULED മിനി LED ടി വിയാണ് ഹൈസെൻസ് പുറത്തിറക്കുന്ന ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള ഹൈസെൻസ് E8s എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ മോഡൽ. അപ്പോൾ ഇത് വാങ്ങുന്നതിനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.